സൺഡേ സാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. കഴിഞ്ഞ ദിവസം നമ്മൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധങ്ങളെ സംബന്ധിക്കുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സഹോദര രാജ്യമെന്ന് നമ്മൾ വിളിക്കുന്ന പാകിസ്ഥാൻ, അവരുടെ ശത്രു രാജ്യമെന്ന് അവർ വിളിക്കുന്ന ഇന്ത്യ. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് അതിൻ്റെ അടിസ്ഥാന പൊളിറ്റിക്കൽ ഡിവിഷൻ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമ്മളിത് പറയുന്ന സമയത്ത് അതിൻ്റെ ബൗണ്ടറീസ് ഏതാണ്, അതിനകത്തുള്ള പ്രോവിൻസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സംസ്ഥാനത്തിന് സമാനമായിട്ട് പാകിസ്ഥാനിൽ പ്രോവിൻസുകളാണ്. പാകിസ്ഥാനിലെ പ്രോവിൻസുകൾ പഞ്ചാബ്, സിന്ധ്, ഖൈബർ പാഖ്തൂൻഖ്വ, ബലോചിസ്ഥാൻ. ഇതാണ് 4 പ്രോവിൻസുകൾ. അപ്പോൾ പാകിസ്ഥാനെ 4 പ്രോവിൻസുകളായിട്ടാണ് പ്രധാനമായിട്ടും ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോവിൻസും ജനസംഖ്യയിലെ പകുതിയധികം ആളുകൾ അധിവസിക്കുന്നത് പഞ്ചാബാണ്. അന്ന് ഇന്ത്യ ഡിവിഷനിൽ നമ്മളുടെ പഞ്ചാബിൽ നിന്ന് ഡിവൈഡ് ചെയ്തു പോയ പഞ്ചാബിൻ്റെ ഭാഗമാണ് മുസ്ലിം പഞ്ചാബ്. അപ്പോൾ അതാണ് അവരുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. മൊത്തം ജനസംഖ്യയിൽ ഏതാണ്ട് പകുതിയിലധികവും അധിവസിക്കുന്നത് അവിടെയാണ്. വളരെ തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയയാണ്. നേരെ മറിച്ച് സ്റ്റേറ്റിൻ്റെ മൊത്തം ഏരിയയിൽ നിയർലി 20% അത് വരുള്ളൂ. മൊത്തം ഏരിയയിൽ, പാകിസ്ഥാൻ്റെ മൊത്തം ഏരിയയിൽ ഒരു 20% മാത്രം വരുന്ന ഒരു ഏരിയയാണത്. പിന്നീട് അവരുടെ സ്റ്റേറ്റിൽ പ്രധാനമായിട്ടുള്ളത് കുറച്ചും കൂടി കിഴക്കോട്ടുള്ള നമ്മുടെ ഗുജറാത്തിൻ്റെ അപ്പുറത്ത്, രാജസ്ഥാൻ്റെയൊക്കെ അപ്പുറത്ത് കിടക്കുന്ന ഭാഗം സിന്ധ് എന്ന് പറയുന്ന പ്രദേശമാണ്. അപ്പോൾ സിന്ധ് എന്ന് പറയുന്ന പ്രദേശമാണ് അറബിക്കടലുമായിട്ട് സ്പർശിച്ചു കിടക്കുന്നത്. അപ്പോൾ ആ സിന്ധിൻ്റെ വടക്കോട്ടാണ് പഞ്ചാബ് ഉള്ളത്. സിന്ധിലാണ് ഈ കറാച്ചി എന്ന് പറയുന്ന നമുക്ക് പരിചയമുള്ള പട്ടണമുള്ളത്, സിന്ധിലാണ്. അപ്പോൾ നമ്മളുടെ ഗുജറാത്തും രാജസ്ഥാനും ഒക്കെയാണ് സിന്ധിൻ്റെ ബോർഡറായിട്ട് വരുന്നത്. പഞ്ചാബിൻ്റെ ബോർഡറായിട്ട് വരുന്നത് നമ്മുടെ പഞ്ചാബ് തന്നെയാണ്. മേലെ ഭാഗത്തേക്ക് കാശ്മീരുണ്ട്, നമ്മുടെ കാശ്മീരുണ്ട്. പിന്നീട് ഖൈബർ പഷ്തൂൻവാല എന്ന് പറയുന്നത് നമ്മുടെ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസസ് എന്ന് നമ്മൾ പണ്ട് വിളിക്കുന്ന യാഹ്യ ഖാൻ്റെ ഒക്കെ ഏരിയയാണ്. അഫ്ഗാനിസ്ഥാനുമായിട്ട് ബോർഡർ വരുന്ന, പൂർണ്ണമായും മലമ്പ്രദേശങ്ങൾ മാത്രം വരുന്ന, ഗോത്രവർഗ്ഗക്കാർ മാത്രം അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് ഈ ഖൈബർ പാഖ്തൂൻഖ്വ എന്നവർ വിളിക്കുന്ന നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രോവിൻസസ് എന്ന് പണ്ട് ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്ന ആ പ്രദേശം. അതാണ് പിന്നെ 3ാമത്തെ പ്രോവിൻസ്. 4ാമത്തെ പ്രോവിൻസ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പ്രോവിൻസാണ്. ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് വലിയ പ്രോവിൻസാണ്. പാകിസ്ഥാൻ്റെ മൊത്തം ഭൂപ്രദേശത്തിൻ്റെ 43% ബലൂചിസ്ഥാനാണ്. പക്ഷേ മൊത്തം ജനസംഖ്യയുടെ 4.33% ആളുകൾ മാത്രമേ ഇവിടെ അധിവസിക്കുന്നുള്ളൂ. അപ്പം 43% അല്ലെങ്കിൽ ഏകദേശം പാകിസ്ഥാൻ്റെ പകുതിയോളം വരുന്ന ആ ഏരിയയിൽ മൊത്തം ജനസംഖ്യയുടെ 4.33 അല്ലെങ്കിൽ 4% ആളുകൾ മാത്രം അധിവസിക്കും. മുഴുവൻ ഗോത്രവർഗ്ഗക്കാരാണ് അധിവസിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഇതിലെ ഓരോ സ്റ്റേറ്റിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിൽ ഈ ബലോചിസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു പ്രോവിൻസ്, അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മിനറൽ റിച്ച് ആണ്. പാകിസ്ഥാൻ്റെ സാമ്പത്തിക അടിത്തറ മുഴുവൻ കിടക്കുന്ന അവിടെയാണ്. അവരുടെ ഗ്യാസ് ഡെപ്പോസിറ്റ്സ്, ഓയിൽ ഡെപ്പോസിറ്റ്സ്, അതുപോലെ മിനറൽ റിച്ച്, വളരെ റിച്ച് ആയിട്ടുള്ള ഏരിയയാണ്. അങ്ങേയറ്റ കുന്നും പ്രദേശമാണ്, ദുർഗമമായ പ്രദേശങ്ങളാണ്. ഇതിന് ബോർഡറായിട്ട് വരുന്നത് ഈ പിന്നെ ബലോചിസ്ഥാൻ എന്ന് പറയുന്ന ഈ പ്രോവിൻസിന് ബോർഡറായിട്ട് വരുന്നത് അഫ്ഗാനിസ്ഥാനുണ്ട്, ഇറാനുണ്ട്, താഴെ അറബിക്കടലുണ്ട്. അപ്പോൾ അറബിക്കടലും ഇറാനും അഫ്ഗാനിസ്ഥാനും ഇപ്പുറത്തെ സൈഡിൽ പാകിസ്ഥാനും പൊതിഞ്ഞ് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പാകിസ്ഥാനിലെ വലിയ ഏരിയ വരുന്ന പ്രദേശം. അത് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം നമ്മുടെ ഡിസ്കഷനിലെ ഒരു പ്രധാനപ്പെട്ട ഏരിയ അതാണ്. ഇന്ത്യയുമായിട്ട് അവർക്ക് ഒരടുപ്പമില്ല. പക്ഷേ ഈ ബലൂചിസ്ഥാൻ്റെ പ്രത്യേകതയുള്ളത് ഈ ആക്സഷൻ പ്രോബ്ലം ഇവിടെയും വന്നിട്ടുണ്ട്. ജമ്മു കാശ്മീരിൻ്റെ ആക്സഷനുമായി ബന്ധപ്പെട്ടുള്ള വിഷയം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ആക്സഷൻ ട്രീറ്റിയിൽ ഒപ്പിടാൻ ജമ്മു കാശ്മീരിലെ രാജാവ് വൈകിയത് കൊണ്ടാണ് ജമ്മു കാശ്മീർ പ്രശ്നം ഉണ്ടായത്. അദ്ദേഹം ആദ്യം തന്നെ ആക്സഷൻ ട്രീറ്റിയിൽ ഇന്ത്യയിൽ ഒപ്പിട്ടിരുന്നെങ്കിൽ ഇന്ത്യക്ക് മടിച്ചു നിൽക്കേണ്ട ആവശ്യം വരുമായിരുന്നില്ല. ആദ്യം തന്നെ പട്ടാളത്തെ ഉപയോഗിച്ച് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇദ്ദേഹം ആക്സഷൻ ട്രീറ്റിയിൽ ഒപ്പിടാൻ വൈകിയതുകൊണ്ട്, നെഹ്റു വാസ് എ ജെന്റിൽമാൻ, ആളുകൾ പല തരത്തിലുള്ള ക്രിറ്റിസിസവും പറയും. നെഹ്റു വാസ് എ സ്റ്റേറ്റ്സ്മാൻ ആൻഡ് ജെന്റിൽമാൻ. അപ്പോൾ അദ്ദേഹം ആ കൃത്യമായ രേഖയില്ലാതെ ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ പറ്റുകയില്ല എന്നുള്ള ആ പ്രിൻസിപ്പിളിൽ വിശ്വസിക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഇന്ന് അദ്ദേഹത്തെക്കുറിച്ച് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്. ഞാൻ നെഹ്റുവിനെ കുറിച്ച് പറയാം, നെഹ്റുവിൻ്റെ പിന്മുറക്കാരെ കുറിച്ചല്ല. നെഹ്റു ഇന്ത്യക്ക് കിട്ടിയ ഒരു വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ പറയും. അന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് ഇന്ത്യക്ക് ലോകത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള നേതാക്കന്മാർ ഇന്ത്യയിലുണ്ടായിരുന്നു. ഗാന്ധിജി ആവട്ടെ, നെഹ്റു ആവട്ടെ, വല്ലഭായ് പട്ടേൽ ആവട്ടെ, ഇവരൊക്കെ ലോകത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള നേതാക്കന്മാരാണ്. അപ്പോൾ നമ്മൾ പഴയ തലമുറയിൽ നോക്കിയിട്ട് പഞ്ചനം കുത്തി കാണിക്കുന്നതിനകത്ത് കാര്യമൊന്നുമില്ല. അവരന്ന് അങ്ങനെ തീരുമാനം എടുത്താൽ ഇങ്ങനെ വന്നേനെ, അങ്ങനെയല്ല. ഓരോ കാലത്തും ശരി എന്ന് തോന്നുന്ന തീരുമാനങ്ങളാണ് എടുക്കുന്നത്. അപ്പോൾ അന്ന് ഇന്ത്യ പാകിസ്ഥാൻ ഡിവിഷൻ വരുമ്പോൾ ഇന്ത്യ വളരെ പ്രിൻസിപ്പിൾഡ് ആയിട്ടുള്ള, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യം സമരം ചെയ്ത രാജ്യമാണ്. അതിന് അങ്ങനെ എന്തെങ്കിലും കളിക്കാൻ പറ്റില്ല. മുഹമ്മദ് അലി ജില്ലയുടെ കളി ഇന്ത്യക്ക് കളിക്കാൻ പറ്റില്ല എന്ന്. കാരണം ഗാന്ധിജിയുടെ മക്കളാണ്. അപ്പോൾ അവർ ഒരിക്കലും ആ ഒരു പാരമ്പര്യം വിട്ട്, അന്തസ് വിട്ട് പെരുമാറില്ല.
ഇപ്പോൾ കാശ്മീരിൻ്റെ രാജാവ് ആക്സഷൻ ട്രീറ്റി ഒപ്പിടുന്നത് വരെ അതിനകത്തൊരു സൈനിക ഇടപെടൽ പറ്റുകയില്ല എന്നുള്ള പ്രിൻസിപ്പിൾഡ് ആയിട്ടുള്ള തീരുമാനമാണ് നെഹ്റുവിൻ്റെത്. ആ തീരുമാനത്തെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, കാരണം അതാണ് അവരുടെയൊക്കെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. മുഹമ്മദ് അലി ജിന്നയുടെ സ്റ്റാറ്റസ് അല്ല നെഹ്റുവിൻ്റെ സ്റ്റാറ്റസ്, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പം നമ്മളതിലേക്ക് പോകുന്നില്ല. എന്തായാലും ആക്സഷൻ ട്രീറ്റി ഒപ്പിടാൻ വൈകി. ഈ പറയുന്ന ബലൂചിസ്ഥാനിൽ ഇതേ പ്രശ്നമുണ്ട്. ബലൂചിസ്ഥാനിലും 2-3 കുഞ്ഞു രാജ്യങ്ങൾ, ഈ രാജ്യങ്ങളൊന്നും തന്നെ പാകിസ്ഥാനോട് ചേരാൻ തയ്യാറായിരുന്നില്ല. അവരെല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി തീരുമാനിച്ച രാജ്യങ്ങളാണ്. അത് 47 മാത്രമല്ല, 47, 48 അങ്ങനെ തന്നെ ആയിരുന്നു. 49 പാകിസ്ഥാൻ ആർമി യുദ്ധം ചെയ്ത് പാകിസ്ഥാനോട് ചേർത്തതാണ് ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന റീജിയൻ. സ്വാഭാവികമായും അവിടെ സ്പ്ലിറ്റ് നിലനിൽക്കും. കാരണം അവർ പാകിസ്ഥാനിലേക്ക് നേരിട്ട് ആക്സസ് ചെയ്തതല്ല, അവരെ പിടിച്ച് പാകിസ്ഥാനിൽ ചേർത്തതാണ്. അന്ന് മുതൽ അവിടെ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഈ ബലൂചിസ്ഥാനിലുള്ള ഗോത്രവർഗ്ഗക്കാർ, ബലൂജികൾ എന്ന് വിളിക്കുന്ന ഗോത്രവർഗ്ഗക്കാർ, ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന റീജിയൻ, ഇത് വലിയൊരു പർവ്വത പ്രദേശമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ഇറാനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നുണ്ട്, അഫ്ഗാനിസ്ഥാനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. അതിൻ്റെ ബഹുഭൂരിഭാഗം പ്രദേശവും പാകിസ്ഥാനിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബലൂജികൾക്ക് അഫ്ഗാനിസ്ഥാനുമായും ഇറാനുമായും ബന്ധമുണ്ട്. കാരണം ഇവരുടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കടന്ന് താമസിക്കുന്നുണ്ട്. ഇത് മലമ്പ്രദേശമാണ്, കൃത്യമായ ബോർഡറും ആ ബോർഡറിലെല്ലാം പട്ടാളത്തിൻ്റെ കാവലും ഒന്നും ഈ ഒരു രാജ്യങ്ങളിലും നിലവിലില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആളുകൾ ഈ രാജ്യങ്ങൾ കടന്ന്, രാജ്യാന്തര അതിർത്തികൾ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാറുണ്ട്. അപ്പോൾ ഇത് ബലൂചിസ്ഥാൻ്റെ ഒരു രൂപം. ഇത് കൂടാതെ പിന്നെ നമ്മളുടെ യൂണിയൻ ടെറിട്ടറി എന്ന് വിളിക്കുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 3 ടെറിട്ടറി കൂടി പാകിസ്ഥാനിലുണ്ട്. അത് പിന്നെ ആസാദ് കാശ്മീർ എന്ന് വിളിക്കുന്ന നമ്മുടെ കാശ്മീരിൽ നിന്ന് ഇവരെ മുറിച്ചുകൊണ്ട് പോയത്, പിന്നെ ഗിൽജിസ് ബാൾട്ടിസ്ഥാൻ എന്ന് പറയുന്ന ആ കാശ്മീർ, പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ നിന്ന് കഷ്ണം മുറിച്ചു മാറ്റി വേറൊരു ഭാഗമാക്കി മാറ്റിയത്, കൂടാതെ ഇസ്ലാമാബാദ് ക്യാപിറ്റൽ ടെറിട്ടറിയും നമ്മളുടെ ഡൽഹി നേരത്തെ ഉണ്ടായിരുന്നത് പോലെ ഒരു യൂണിയൻ ടെറിട്ടറിയാണ്. അപ്പം ഡൽഹി ഇപ്പോഴും ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് സംസ്ഥാനമായി വരുന്നതേ ഉള്ളൂ. അപ്പം അതുപോലെ തന്നെയാണ് പിന്നെ ക്യാപിറ്റൽ സിറ്റി ഇസ്ലാമാബാദും അങ്ങനെ തന്നെയാണ്. ഇസ്ലാമാബാദ് ലാഹോറൊക്കെ ഉൾപ്പെടുന്ന ആ പ്രദേശം അതൊരു യൂണിയൻ ടെറിട്ടറി പോലത്തെ ഒരു പ്രദേശമാണ്. ഗിൽജിസ് ബാൾട്ടിസ്ഥാൻ എന്ന് പറയുന്നത് കാശ്മീരിൻ്റെ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൻ്റെ ഭാഗമാണ്, അതൊരു യൂണിയൻ ടെറിട്ടറിയാണ്. ആസാദ് കാശ്മീർ എന്ന് പറയുന്നതും ഒരു യൂണിയൻ ടെറിട്ടറിയാണ്. അപ്പോൾ ഇതാണ് പാകിസ്ഥാൻ്റെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇവിടെയുള്ള പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ജനസംഖ്യയുടെ പകുതിയിലധികവും അധിവസിക്കുന്ന പഞ്ചാബ്, ഇവരുടെ കയ്യിലാണ് പാർലമെൻറ്റ് എപ്പോഴും ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ ആർക്ക് വേണ്ടിയാണ് നിലനിൽക്കുന്ന? പഞ്ചാബിന് വേണ്ടിയാണ് നിലനിൽക്കുന്നത്. പാകിസ്ഥാനിൽ ഏത് കഞ്ഞി വെച്ചാലും കഞ്ഞി പഞ്ചാബുകാർ കുടിക്കും, കഞ്ഞിവെള്ളം സിന്ധുകാർക്ക് കിട്ടും, ബാക്കിയുള്ള പ്രദേശത്തുള്ളവരൊക്കെ കാലം കഴുകി കുടിക്കണം. അപ്പോൾ അത് പാകിസ്ഥാന് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനികളെ സംബന്ധിച്ച് പഞ്ചാബാണ്. ബാക്കിയുള്ള സ്റ്റേറ്റുകളോടൊക്കെ അവർക്ക് പരിപൂർണ അവജ്ഞയാണ്. പാകിസ്ഥാനിൽ ഈ സ്റ്റേറ്റ് ഫോം ചെയ്ത കാലം മുതൽ പട്ടാളത്തിനാണ് മേൽക്കൈ, ഭരണകൂടത്തിനല്ല. നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം ഇന്ത്യയിൽ ഒരു കാലത്തും പട്ടാളം ഭരണകൂടത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഒരു പട്ടാള അട്ടിമറിക്കുള്ള ശ്രമം ഒരു കാലത്ത് ഉണ്ടായിട്ടില്ല. കാരണം തുടക്കം മുതൽ നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ടാണ് പോയിട്ടുള്ളത്. ഇപ്പം നെഹ്റു ഒക്കെ സ്വീകരിച്ചുള്ള ഒരു നയം ഉണ്ടല്ലോ. പിന്നെ നേരെ പോയിട്ട് കാശ്മീരിൽ പോയിട്ട് പട്ടാളത്തിലുണ്ട്. അങ്ങനെ പട്ടാളത്തിന് മേൽക്കൈ വേണ്ട, പൊളിറ്റിക്കൽ നേതൃത്വത്തിനാണ് സേ ഉള്ളത്. പൊളിറ്റിക്കൽ നേതൃത്വം പറയുന്നത് പോലെ പട്ടാളം ചെയ്താൽ മതി, അതിനപ്പുറത്തേക്ക് കടന്നു പോകണ്ട. നേരെ മറിച്ച് പാകിസ്ഥാനിൽ പൊളിറ്റിക്കൽ നേതൃത്വം അല്ല ഡിസിഷൻ എടുക്കുന്നത്, പട്ടാളമാണ് ഡിസിഷൻ എടുക്കുന്നത്. അതിൻ്റെ ക്ഷീണമാണ് ആ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം സംഭവിച്ച മുഴുവൻ കാര്യങ്ങൾ. കാരണം പട്ടാളത്തിൻ്റെ കയ്യിൽ അധികാരം മാത്രമല്ല, തോക്കുമുണ്ട് അവരുടെ കയ്യിൽ. അപ്പോൾ തോക്കും അധികാരം കൂടെ ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കൊന്നും മിണ്ടാൻ പറ്റില്ല. അപ്പോൾ പൊളിറ്റിക്കൽ നേതൃത്വത്തിന് വോയിസ് ഇല്ലെങ്കിൽ പട്ടാളം പറയുന്നിടത്ത് എല്ലാവരും നിൽക്കേണ്ടി വരും. അവരുടെ തോക്കുണ്ട്, അവർ പറയുന്നത് പോലെ കേൾപ്പിക്കും. അപ്പോൾ പാകിസ്ഥാനിലെ ജനം എന്ന് പറയുന്നത് പട്ടാളത്തിൻ്റെ അടിമയാണ്. പട്ടാളത്തിൻ്റെ അങ്ങേയറ്റത്തെ അഴിമതിയും തോന്നിയവാസവുമാണ് പാകിസ്ഥാനിൽ എന്നും ഉള്ളത്. അവിടെ എന്ത് ചെയ്യണം, എന്ത് നടക്കണം, ആര് ഭരിക്കണം എന്നൊക്കെ പട്ടാളം തീരുമാനിക്കും. ഇലക്ഷൻ വെച്ചാലും ശരി, പട്ടാളത്തിൻ്റെ അനുമതിയില്ലാതെ ഒരാൾക്ക് അവിടെ പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ പട്ടാളത്തിൻ്റെ കീഴിൽ ഭരണം നടത്തുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് തിരിച്ചറിയണം. ഒരു നോർമൽ ഡെമോക്രസി അല്ല. കൂടാതെ സിയാവുൾ ഹക്കിന് ശേഷം അതൊരു ഇസ്ലാമിക രാജ്യം കൂടിയാണ്, ശരീഅത്ത് നിയമം നടപ്പാക്കിയിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ്. അപ്പോൾ അത്തരം എല്ലാ വിധത്തിലുള്ള അപരിഷ്കൃതയും നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് വേർപെട്ടു പോയതാണ് പാകിസ്ഥാൻ. അതുപോലെ ഇന്ത്യ പോലെയാണ് പാകിസ്ഥാൻ എന്നൊരു തെറ്റിദ്ധാരണ വേണ്ട. ഇത് പിന്നെ താലിബാനിസം പോലത്തെ ഒരു സംഗതി നടമാടുന്ന ഒരു സ്ഥലമാണ്. അവിടെ പിന്നെ മൊത്തം റിസോഴ്സസ് വിഴുങ്ങി ജീവിക്കുന്ന ഒരു പ്രോവിൻസ് ഉണ്ട്. ബാക്കിയുള്ള പ്രോവിൻസുകൾക്കൊക്കെ എന്തെങ്കിലും കിട്ടും. അത് കിട്ടുന്നത് സിന്ധിനാണ് കുറച്ചെങ്കിലും കിട്ടുക. സിന്ധിന് ഒരു നോർമൽ ഡിവിഷൻ, നോർമലായിട്ടുള്ളത് കിട്ടില്ല എന്നാൽ പോലും. പണ്ട് നമുക്കൊക്കെ കുറച്ചുണ്ടായിരുന്നത് ഉത്തരേന്ത്യക്കാരുടെ ഒരു രാഷ്ട്രീയമായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയം. പ്രത്യേകിച്ച് കോൺഗ്രസ് ഭരണകാലത്ത് 90കളിൽ 80കളിലൊക്കെ ഉത്തരേന്ത്യക്കാരാണ് കാര്യം. ഉത്തരേന്ത്യക്കാരെന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശാണ് പ്രധാനമായിട്ട്. മധ്യപ്രദേശും രാജസ്ഥാനും കൂടെ ചെറിയൊരു ഷെയറുണ്ട്. ബാക്കിയുള്ളത് ഇന്ത്യയുടെ ഭാഗമല്ല എന്നുള്ള രീതിയിലായിരുന്നു ആദ്യമൊക്കെ പെരുമാറ്റം. തെക്കേ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ വലിയ പുണ്യമായിരുന്നു. മദ്രാസുകൾ എന്നൊക്കെ പറഞ്ഞാൽ
ഇപ്പോൾ ഈ ഗുജറാത്തുകാരൻ ഒരാൾ പ്രൈം മിനിസ്റ്റർ ആയതിനു ശേഷമൊക്കെയാണ് ഇന്ത്യയിൽ ഏകദേശം പൗരന്മാർക്ക് ഒരു ഈക്വാലിറ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ടായത്. നരസിംഹറാവുവിൻ്റെ കാലം മുതലാണ് അത് തുടങ്ങിയെന്ന് വിചാരിക്കണം. ആദ്യമായിട്ട് ഒരു നോർത്ത് ഇന്ത്യക്കാരനല്ലാത്ത ഒരു പ്രധാനമന്ത്രിയെ കസേരയിൽ കയറി ഇരിക്കുന്നത്, അല്ലെങ്കിൽ വടക്കേ ഇന്ത്യക്കാരനല്ലാത്ത പ്രധാനമന്ത്രി ഇരിക്കുന്നത് നരസിംഹറാവുവാണ്. അപ്പോൾ ആ ഒരു കാലം മുതലാണ്. അതിനു മുമ്പൊന്നും പ്രധാനമന്ത്രി എന്നൊരു സ്ഥാനത്തേക്കൊന്നും തെക്കേ ഇന്ത്യക്കാരൊന്നും പരിഗണിക്കുമായിരുന്നില്ല. അപ്പോൾ അത് ആ ഒരു സംഗതിയിൽ നിന്ന് മാറി നമ്മളിപ്പോൾ നമ്മുടെ രാജ്യത്തെ എല്ലാ സ്റ്റേറ്റുകൾക്കും ഈക്വാലിറ്റി കിട്ടി. പക്ഷേ പാകിസ്ഥാനിൽ അങ്ങനെയല്ല. പാകിസ്ഥാനിൽ പഞ്ചാബ് എന്ന് പറയുന്നൊരു സ്റ്റേറ്റ് മാത്രം. അതുകൊണ്ട് മറ്റുള്ള സ്റ്റേറ്റുകളിലെ മനുഷ്യർക്ക് ഭയങ്കരമായ അസൂയയും അതുകൊണ്ട് തന്നെ വിഘടനവാദവും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ സിന്ധിൽ കാര്യമായ വിഘടനവാദം നിലനിൽക്കുന്നില്ല. ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും കഠിനമായ വിഘടനവാദം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഫോം ചെയ്ത കാലം മുതൽ ബലൂചിസ്ഥാനിൽ ഒരുപാട് വിഘടനവാദികളുണ്ട്. ആ വിഘടനവാദികളിൽ ഇപ്പോഴേറ്റവും പ്രോമനൻ്റായി നിൽക്കുന്നത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയാണ്. അപ്പം ആ ബലൂചിസ്ഥാൻ വേറിട്ട് നിൽക്കണം, പാകിസ്ഥാനിന് വേണ്ട, പാകിസ്ഥാനിന് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ് പൊരുതുന്ന ഒരു സംഘടനയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. അവരാണ് ഈ 2 ആഴ്ച മുൻപ് ഒരു ട്രെയിൻ തട്ടിക്കൊണ്ട് പോവുകയും അതിനകത്ത് ഒരുപാട് പട്ടാളക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പാകിസ്ഥാൻ്റെ പ്രത്യേകത ഈ പട്ടാളം കൊണ്ടു നടക്കുന്ന രാജ്യമായതുകൊണ്ട് വാർത്തകൾ അവിടുന്ന് പുറത്തേക്ക് വരില്ല. എല്ലാ പത്രങ്ങളും വാർത്താ ഏജൻസിയും തുറക്കാൻ പറ്റില്ല. ന്യൂസ് ബ്യൂറോ എന്ന് പറയുന്ന ഇന്റർനാഷണൽ ന്യൂസ് ഏജൻസികൾക്കൊന്നും ബലൂചിസ്ഥാനിൽ ന്യൂസ് ബ്യൂറോ ഇല്ല. അപ്പോൾ അവിടെ നിന്ന് ഒരു ന്യൂസും പുറത്തേക്ക് വരില്ല. പാകിസ്ഥാൻ ആർമി എന്ത് പറയുന്നു അത് വിശ്വസിക്കുക. അവർ പറഞ്ഞത് 35 പേര് അവിടെ മരിച്ചു, 35 പേര് ഇവിടെ മരിച്ചു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ കണക്കുകൾ പറയുന്നത് ഏകദേശം 2000-ഓളം പാകിസ്ഥാൻ പട്ടാളക്കാർ അവിടെ കൊല്ലപ്പെട്ടു എന്നാണ്. കാരണം ഇവർ ഗറില്ല ഫൈറ്റിങ്ങിന് വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. അപ്പോൾ അവർ ഈ മലയിടുക്കുകളിൽ ഇരുന്നുകൊണ്ട് യുദ്ധം ചെയ്യുമ്പം അവരോട് ഒരു തരത്തിലും നേരിടാൻ ആരെ കൊണ്ട് സാധിക്കില്ല. കാരണം എയർഫോഴ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല. മലയുടെ ഇടുക്കി കയറിയിരിക്കുകയാണ്. കയറി ചെന്നാൽ അവർ മുകളിലാണ്, താഴേന്ന് കയറി ചെന്നാൽ അവർ വെടിവെച്ച് കൊല്ലും. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ നിലവിലുള്ളതുകൊണ്ട് ബലൂച്ച് ലിബറേഷൻ ആർമി എന്ന് പറയുന്നൊരു സാധനം അവിടെ വളരെ ഓപ്പറേറ്റീവാണ്. ഇനി അഫ്ഗാനിസ്ഥാനിൽ താലിബാനാണ്. ആ താലിബാൻ്റെ എക്സ്റ്റൻഷൻ ഈ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസസ് എന്ന് പറയുന്നിടത്തേക്കുണ്ട്. അവിടെ പാക് താലിബാൻ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതും ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ്. അവർക്കും വേണ്ടത് ഫ്രീഡമാണ്. ഈ പറയുന്ന നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസസ് പാകിസ്ഥാനോട് ചേർന്ന് നിൽക്കാൻ പാടില്ല, ഒന്നുകിൽ സ്വതന്ത്ര രാജ്യമാക്കണം, ഇല്ല അഫ്ഗാനിസ്ഥാനോട് ചേർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധം ചെയ്യുന്നവരാണ് അവർ. അപ്പോൾ അവിടെ ആ യുദ്ധമുണ്ട്. ഇനി ഇവിടെ പാക് ഒക്യുപ്പൈഡ് കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് പാകിസ്ഥാനെതിരായി സമരം ചെയ്യുന്ന പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലെ സംഭവമാണ്. അവിടെ കാശ്മീർ ലിബറേഷൻ വേണമെന്നാണ് അവരുടെ അവകാശവാദം. അപ്പോൾ പാകിസ്ഥാനിൽ നമ്മളുടെ കാശ്മീരിൽ വന്ന് പാകിസ്ഥാൻ്റെ ജെയ്ഷെ എ മുഹമ്മദ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ജെയ്ഷെ മുഹമ്മദ്, ജെയ്ഷെ തോയിബ എന്നൊക്കെ പറയുന്ന 2-3 പാകിസ്ഥാൻ ഫണ്ട് ചെയ്ത് വളർത്തിയെടുക്കുന്ന വേട്ടപ്പട്ടികളുണ്ട്. അവരാണ് നമ്മുടെ കാശ്മീരിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ തലസ്ഥാനം ഈ പാക് ഒക്യുപ്പൈഡ് കാശ്മീർ തന്നെയാണ്. അപ്പോൾ അവർ ഇത്തരം വേട്ടപ്പട്ടികളെ ചോറ് കൊടുത്ത് വളർത്തുമ്പോൾ അവരുടെ സ്വന്തം വീട്ടിൽ ഒന്നാന്തരം പേപ്പട്ടികൾ വളരുന്നുണ്ട്. ഇവർക്കിട്ട് കടിക്കാനുള്ള സാധനം ഇവരുടെ വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ. പാകിസ്ഥാനെ സംബന്ധിച്ച് അങ്ങേയറ്റം തകർന്നു പോകാനുള്ള കാരണം പാകിസ്ഥാൻ മുഴുവൻ വിഘടനവാദികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് അത്രയും പ്രശ്നമൊന്നുമില്ല. കാശ്മീരിൽ പ്രശ്നം ഉണ്ടാക്കുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭീകരരാണ്. അവരുടെ കൂടെ ചേരുന്ന കുറച്ച് പേര് കാശ്മീരിലുണ്ട്. പക്ഷേ ഈ രാജ്യത്തിന് അതൊക്കെ ചവിട്ടി ഒതുക്കാനുള്ള ശേഷിയുണ്ട്. ഇറ്റ്സ് എ പവർഫുൾ നേഷൻ. വെസ്റ്റേൺ കൺട്രികളുടെ ഒപ്പം എത്തിയില്ലെങ്കിലും സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പടിപടിയായി വളരാൻ ഈ രാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പരാധീനതകളുണ്ടാവാം, പക്ഷേ പടിപടിയായ ഒരു ഉയർച്ച. നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എപ്പോഴും ഇത് മേലോട്ട് തന്നെയാണ്, താഴോട്ട് വീണിട്ടില്ല. പാകിസ്ഥാനെ സംബന്ധിച്ച് അമേരിക്കയുടെ കയ്യിൽ നിന്ന് ഉച്ഛിഷ്ടങ്ങൾ കിട്ടിയിരുന്ന കാലത്ത് അവർക്ക് കുറച്ച് ഫ്ലറിഷിംഗ് ആയിട്ട് ജീവിക്കാൻ കഴിഞ്ഞിരുന്നു. പിന്നെ അത് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണു. പിന്നീട് അവർ ചൈനയുടെ കാലത്തോട്ട് കിടന്ന് ഇറക്കാൻ തുടങ്ങി. ചൈന കൊണ്ടുവന്ന് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പാകിസ്ഥാനിൽ നടത്തി. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പിന്നീട് പറയാൻ പോകുന്നത്. ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ എന്ന് പറയുന്ന ഒരു എക്കണോമിക് പാക്കേജ് പാകിസ്ഥാനായിട്ട് ഒപ്പിട്ടു. ചൈന എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. അവർ ചൈനയുടെ ഇൻട്രസ്റ്റ് അല്ലാതെ വേറെ ഒന്നും ചൈനയ്ക്കില്ല. ചൈന ആരുടെയും അന്താരാഷ്ട്ര വിഷയങ്ങൾ ഇടപെടാൻ നിൽക്കാറില്ല, അന്താരാഷ്ട്ര വിഷയങ്ങൾ അഭിപ്രായം പറയാൻ നിൽക്കാറില്ല, മറ്റു രാജ്യത്ത് സംഭവിക്കും നോക്കാൻ നിൽക്കാറില്ല. അവരെ സംബന്ധിച്ച് ആകെയുള്ളത് അവരുടെ രാജ്യം. അപ്പോൾ അവരുടെ രാജ്യത്തിന് ഗുണകരമായ കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്യുള്ളൂ. അവർ ഏതെങ്കിലും ഒരു രാജ്യവുമായിട്ട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഇത്തും കണ്ണി പോലെയാണ് ആ രാജ്യത്തിൻ്റെ ചോര അവർ കുടിച്ചെടുക്കും. ശ്രീലങ്കയുടെ കാര്യം നമുക്കറിയാവുന്നതാണ്. പാകിസ്ഥാനിൽ അങ്ങനെ ചോര കുടിക്കാൻ വേണ്ടി ചൈന കയറി വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് 53 ലക്ഷം കോടി രൂപ. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന തുകയെന്നുള്ളത്, അതിനകത്ത് 0 ഒന്നും എണ്ണാൻ പറ്റില്ല. 53 ലക്ഷം കോടി രൂപയാണ് അവർ പാകിസ്ഥാനിലെ ഈ CPCE എന്ന് പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പം അത് ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ആ ഒരു സംഗതിയോടെ പാകിസ്ഥാൻ മൊത്തമായിട്ട് അങ്ങ് വികസിച്ച് ഇന്ത്യയെ കഴിഞ്ഞും വലുതാകും എന്നുള്ളൊരു മനോഹരമായ സ്വപ്നമാണ് പാകിസ്ഥാനുള്ള നേതാക്കന്മാരും പാക് പട്ടാളവും കൊണ്ടുവന്നത്. സ്വപ്നം ഒന്നാമത്തത് പട്ടാളത്തിനാണ്. കാരണം ഇതിനന്നൊക്കെ കൈയിട്ട് അവർക്ക് കിട്ടും. ഇവർ പാകിസ്ഥാനിലെ ഏറ്റവും ലുക്രേറ്റീവ് ആയിട്ടുള്ള ജോലി പാക് മിലിറ്ററി എന്നുള്ളതാണ്. പാക് മിലിറ്ററിയിലെ അവസരങ്ങൾ മുഴുവൻ പഞ്ചാബികൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുള്ളതാണ്. കുറച്ചൊക്കെ സിന്ധുകാരെടുക്കും, വേറെ ആരെയും അവർ പട്ടാളത്തിലെടുക്കില്ല.
പട്ടാളം നിറയെ അഴിമതിയാണ്. പട്ടാളക്കാർ മുഴുവൻ വലിയ കൊട്ടാരങ്ങളും ഒക്കെ പണിത് താമസിക്കുന്നവരാണ്. രാജ്യത്ത് കിട്ടുന്ന എക്കോണമിയുടെ ബഹുഭൂരിഭാഗവും പട്ടാളക്കാർ തട്ടിയെടുക്കും. അവർ സമൃദ്ധമായി ജീവിച്ച ശേഷം എന്തെങ്കിലും ഉച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ സാധാരണക്കാരെ കിട്ടുള്ളൂ. ഇതൊക്കെ പാകിസ്ഥാനിലെ ഒരു സാധാരണ ചിത്രം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പം ചൈന ഈ പറയുന്ന നമ്മളുടെ ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഈ സ്ഥലത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ പറഞ്ഞത് അവിടെയുള്ള മിനറൽ ഡെപ്പോസിറ്റ്സിനെ കുറിച്ച്. ഇത് ഇറാനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ്. അപ്പോൾ ഇറാനിലെ ആ ഓയിൽ ഗ്യാസ് ബെൽറ്റിൽ തന്നെയാണ് ഈ ബലൂചിസ്ഥാൻ വരുന്നത്. അപ്പോൾ അവരുടെ ആ ഓയിൽ ഡെപ്പോസിറ്റ്, ഭൂമിക്കടിയുള്ള വലിയ ഓയിൽ ഡെപ്പോസിറ്റ് ഇങ്ങനെ ബലൂചിസ്ഥാനിലേക്ക് ഒരുപാട് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ വലിയ തോതിലുള്ള ഓയിൽ ഗ്യാസ് ഡെപ്പോസിറ്റ്സ് ഇതുവരെ തൊടാത്തത് ബലൂചിസ്ഥാനിലുണ്ട്. കൂടാതെ റയർ എർത്ത് അടക്കമുള്ള ഒരുപാട് മിനറൽസിൻ്റെ വലിയ ശേഖരവും ബലൂചിസ്ഥാനുണ്ട്. ഈ സാധനം കണ്ണു വെച്ചുകൊണ്ടാണ് ചൈന ഈ CPCE എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനിലേക്ക് കിടക്കുന്നത്. ചൈനയ്ക്ക് പാകിസ്ഥാനുമായി ബോർഡർ ഉള്ളത് നമ്മുടെ നാട്ടിൽ നിന്ന് തട്ടിയെടുത്ത കാശ്മീരിൻ്റെ പ്രദേശത്ത് മാത്രമാണ്. ആ ഗിൽജിത് ബാൾട്ടിസ്ഥാൻ എന്ന് പറയുന്ന ആ ഏരിയയാണ് ചൈനയും ആയിട്ട് പാകിസ്ഥാനും ചൈനയും കൂടി മുട്ടിക്കിടക്കുന്ന സ്ഥലം. അപ്പോൾ ഈ പറയുന്ന ഏരിയയിലൂടെയാണ് ചൈനയുടെ ഹൈവേയും റെയിൽവേയും CPCയുടെ ഭാഗമായിട്ടുള്ള വലിയ ഹൈവേകളും റെയിൽവേകളും പാകിസ്ഥാനിലേക്ക് എൻ്റർ ചെയ്യുന്നത് ഈ ഗിൽജിത് ബാൾട്ടിസ്ഥാൻ എന്ന് പറയുന്ന ഏരിയയിലാണ്. അപ്പം ആ ഏരിയയിലൂടെ കടന്ന് കറാച്ചിയിലേക്ക് ഒരു റോഡ്, കൂടാതെ ഈ പറയുന്ന ബലൂചിസ്ഥാനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോർട്ടുണ്ട്. അതിൻ്റെ പേര് ഗ്വാഡാർ പോർട്ട് എന്നാണ്. ഗ്വാഡാർ പോർട്ട്. ഈ ഗ്വാഡാർ പോർട്ട് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒമാൻ്റെതായിരുന്നു. ഈ പാകിസ്ഥാൻ്റെ ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന റീജിയൻ അറബിക്കടലിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന റീജിയനാണ്. അപ്പോൾ ആ റീജിയൻ അങ്ങനെ പോയി അത് കഴിഞ്ഞാൽ അറബിക്കടലിൽ നമ്മളിങ്ങനെ സഞ്ചരിച്ച് വരുമ്പോൾ ബലൂചിസ്ഥാൻ കഴിഞ്ഞാൽ അടുത്തത് ഇറാനാണ്. അപ്പോൾ ഇറാനോട് ചേർന്ന് കിടക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് അതിലെ പിന്നെ ഗൾഫ് എന്ന് പറയുന്ന പേർഷ്യൻ ഗൾഫിലേക്കുള്ള ആ ഉൾക്കടൽ സ്റ്റാർട്ട് ചെയ്യാണ്. ആ ഉൾക്കടൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉൾക്കടലിൻ്റെ മൗത്തിലാണ് ഈ ബലൂചിസ്ഥാൻ്റെ അവസാന ഭാഗമുള്ളത്. അതിന് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഒമാനാണ്. അപ്പോൾ ഈ ഒമാൻ്റെ ഓണർഷിപ്പിലായിരുന്നു ഈ പറയുന്ന ഈ ഗ്വഡാർ എന്ന് പറയുന്ന പോർട്ട്. 1960 പാകിസ്ഥാനിലെ വലിയ ഒരു കോടീശ്വര കുടുംബം അത് വിലയ്ക്ക് വാങ്ങി. ആ വിലയ്ക്ക് വാങ്ങി അവരുടെ കയ്യിൽ വെച്ചത് അവർ പ്രത്യേകിച്ച് ഉപയോഗിച്ചവരോട് കടന്നു അത് നമ്മളുടെ വിഴിഞ്ഞം പോർട്ട് പോലെയൊക്കെ നമുക്ക് വിചാരിക്കാം. വലിയ ആഴക്കടൽ പോർട്ടാണ്, പക്ഷേ അതിൻ്റെ ഉപയോഗം തിരിച്ചറിയാൻ കഴിയാതെ അവിടെ കടന്നു അത് പിന്നീട് ചൈന വിലയ്ക്ക് വാങ്ങി. 2014 ചൈന ഇത് വിലയ്ക്ക് വാങ്ങി. അവരത് വലുതായിട്ട് വികസിപ്പിച്ചു. അപ്പോൾ അത് വലുതായിട്ട് വികസിപ്പിച്ചതിൻ്റെ ഉദ്ദേശം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ചൈനയ്ക്ക് അറബിക്കടലിലേക്ക് എത്തണം. അറബിക്കടലിൽ കൂടെ വന്നാലേ ഈ ബിസിനസ് മുഴുവൻ നടക്കുള്ളൂ. ഇന്ത്യ ഇങ്ങനെ ചുറ്റി വരണം. 14,000 കിലോമീറ്റർ ട്രാവൽ ചെയ്താലാണ് ഇന്ത്യയെ ചുറ്റി അറബിക്കടലിൽ ഇവർക്ക് എത്താൻ പറ്റുക. അപ്പോൾ അറബിക്കടലിൽ കടന്നാലാണ് ഗൾഫ് റീജിയൻ വരുന്നത്, യൂറോപ്പ് വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ വ്യാപാരം നടത്തണമെന്നുണ്ടെങ്കിൽ ഈ വലിയ ദൂരം ഇവർ താണ്ടണം. നേരെ മറിച്ച് പാകിസ്ഥാനോടെ റെയിൽ ഹൈവേ വഴി കണക്ട് ചെയ്ത് ഗൊഡാർ പോർട്ടിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് പൂർണ്ണമായ അറബിക്കടലിൽ അങ്ങ് ഗൾഫിൻ്റെ തൊട്ട് മുട്ടിയുള്ള റീജിയനിൽ അവർക്ക് ആക്സസ് കിട്ടി. ഏകദേശം 1000 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ മതി. അപ്പോൾ ഇവർക്ക് വലിയ തോതിലുള്ള ബിസിനസ് ഡെവലപ്മെൻറ്റും, കൂടാതെ ഈ ഗൊഡാർ പോർട്ടിനെ ബേസ് ചെയ്ത് വലിയൊരു നേവൽ ഡെവലപ്മെൻറ്റ് വന്നാൽ അവരുടെ മുഖ്യ ശത്രു എന്ന് അവർ വിചാരിക്കുന്ന ഇന്ത്യക്ക് നേരെ അവർക്ക് വളരെ അടുത്ത ഒരു ആക്സസ് കിട്ടുന്നു. നേരെ മറിച്ച് അവർ ഇന്ത്യൻ ഓഷനിലൂടെ മറ്റേ ഭാഗത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജപ്പാൻ കടൽ, മലേഷ്യ കടൽ എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യൻ ഓഷൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ അവിടെ കിടക്കുന്നു. ആ ഭാഗത്തൂടെ വരികയാണെങ്കിൽ ഏകദേശം 2500 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ മാത്രമാണ് ഇന്ത്യയുടെ കിഴക്കൻ ഭാഗത്തെത്താൻ സാധിക്കുക. ഇത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് ഏകദേശം 1000 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ ഇവർക്ക് ഈ പോർട്ടിൽ നിന്ന് ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഈ ഒരുപാട് അഡ്വാൻറ്റേജസ് കണ്ടുകൊണ്ടാണ് ചൈന അവിടെ വന്ന് ചാടിയത് എന്ന് മനസ്സിലാക്കുക. ഇതിനു വേണ്ടി അവർ മുടക്കിയിട്ടത് 53 ലക്ഷം കോടി രൂപയാണ്. ഇതിൻ്റെ 2 പോയിന്റ്സൂടെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ നിർത്താം. ഇതിൽ പ്രധാനമായിട്ടും ഈ അടുത്ത കാലത്ത് സംഭവിച്ച 2-3 കാര്യങ്ങൾ. ഒന്ന്, 2021 അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ സർക്കാർ വരുന്നു. അഫ്ഗാനിസ്ഥാനുമായി എല്ലാ കാലത്തും നമുക്ക് നല്ല റിലേഷനാണ്. താലിബാൻ ഗവൺമെൻറ് വന്നപ്പം എന്ത് വേണ്ടുമെന്ന് നമുക്ക് അറിയാതായിപ്പോയി. കാരണം ഒരു അപരിഷ്കൃതമായ ഗവൺമെൻറ്റാണ്. ലോകത്തിൽ ആരും അവരോട് ബന്ധം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. തനി മത തീവ്രവാദികളുടെ കാട്ടുവാക്കാമൻ്റെ ഗവൺമെൻറ് വാട്ടിടും. വേറൊന്ന്, അക്സൈച്ചൻ ഏരിയയിൽ 2020 പാങ്കോങ് ലേക്കിൻ്റെ അടുത്തും ഗാൽവാൻ റിവർ റീജിയണിലും ഇന്ത്യ പാകിസ്ഥാൻ പട്ടാളം ഏറ്റുമുട്ടുന്നു. 1962 യുദ്ധത്തിന് ശേഷം ഇന്ത്യയും ചൈനയും തമ്മിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റുമുട്ടലാണ് ഈ പാങ്കോങ് ലേക്ക് റീജിയണിലും ഗാൽവാൻ റിവർ വാലി റീജിയണിലും സംഭവിച്ചത്. ഏകദേശം 3500 കിലോമീറ്റർ നീളത്തിൽ ചൈന പാകിസ്ഥാൻ ബോർഡർ കിടക്കുന്നുണ്ട്. ചൈന ഇന്ത്യ ബോർഡർ കിടക്കുന്നുണ്ട്. ഈ ചൈന ഇന്ത്യ ബോർഡറിൽ എല്ലാ സ്ഥലത്തും ചെറിയ തോതിൽ സ്കിർമിഷുകൾ ഉണ്ടാവുകയും ഞാൻ ഈ പറഞ്ഞ 2 റീജിയണിലും ചൈനീസ് പട്ടാളത്തിലും ഇന്ത്യൻ പട്ടാളത്തിലും കാഷ്വാലിറ്റീസ് ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ 2 ഭാഗത്തുമായിട്ട് കൃത്യമായ എണ്ണങ്ങളില്ല, എന്നാലും 100-നടുത്തോളം പട്ടാളക്കാർ 2 ഭാഗത്തുമായിട്ട് കൊല്ലപ്പെടുന്നു. വലിയ ടെൻഷൻ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധത്തിലേക്ക് എത്തുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കിലേക്ക് വന്ന് നിൽക്കുന്നു. നേരെ മറിച്ച് ഇന്ത്യ അക്കാര്യത്തിൽ വലിയ നിയന്ത്രണം പാലിച്ചു. കാരണം ചൈന എന്ന് പറയുന്നത് ബിഗ് കൺട്രി. നമ്മളങ്ങ് പോയിട്ട് നുള്ളിയെടുക്കാൻ പറ്റുന്ന രാജ്യമൊന്നുമല്ല ചൈന. വലിയ രാജ്യമാണ്.
അതിശക്തമായ രാജ്യമാണ്. അമേരിക്കയുടെ നേരെ പോലും നിവർന്നു നിൽക്കാൻ ശേഷിയുള്ള രാജ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്തോട് മിലിറ്ററി പരമായി അല്ലെങ്കിൽ സൈനികമായി ഏറ്റുമുട്ടിയാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഒറ്റയടിക്ക് ജയിച്ചിക്ക് വരാനൊന്നും പറ്റത്തില്ല. നമുക്ക് ജയിക്കണമെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കില്ല, അത് പറഞ്ഞ് നിവൃത്തിയില്ല. ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ആത്മഹത്യയാണ്. ആര് ചെയ്താലും മറുത്ത് തിരിച്ചും കൊണ്ടുവരും, രണ്ടു കൂട്ടരും പൂർണ്ണമായിട്ട് ചത്തുപോകും. അപ്പോൾ ഇതിനകത്ത് ഇന്ത്യ ചൈന യുദ്ധത്തിൽ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ ഇന്ത്യയെ സംബന്ധിച്ച്. കാരണം സാധാരണ യുദ്ധത്തിൽ നമുക്ക് അവരോട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നമ്മളുടെ എയർഫോഴ്സ്, അവരുടെ എയർഫോഴ്സ് നമ്മുടെ എയർഫോഴ്സിനേക്കാളും 5 times പവർഫുള്ളാണ്. അപ്പം എയർഫോഴ്സിൻ്റെ പവർ തന്നെയാണ് ഒരു യുദ്ധത്തിൽ ഏറ്റവും ഡിസിസീവായിട്ട് വരുന്നത്. അപ്പോൾ അത് ആ ഒരു രീതിയിലുള്ള ഒരു കൺവെൻഷണൽ യുദ്ധത്തിൽ നമുക്ക് ചൈനയോട് പിടിച്ചു നിൽക്കാനാവില്ല. പട്ടാളം കൊണ്ട് അവർ വലുതാണ്, സാമ്പത്തികമായിട്ട് വലുതാണ്, ടെക്നോളജിയിൽ നമ്മളെ കഴിഞ്ഞ് മേലെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മൾ അക്കാര്യത്തിൽ വളരെയധികം നിയന്ത്രണം പാലിച്ചു. ആ നിയന്ത്രണം പാലിച്ചതിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുകയും ചെയ്തു. അതെങ്ങനെയാണ് ഈ നിയന്ത്രണം പാലിച്ചുകൊണ്ട് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചത് എന്നുള്ളത് ഈ പാകിസ്ഥാൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയമാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ അടുത്ത വീഡിയോയിൽ വരും.